ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡിഗ്രി ഫിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പോൾ ഇവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കൂട്ടുകാരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഡിഗ്രി ലെവൽ സ്റ്റാൻഡേർഡ് ആണോ അങ്ങനെ റിവ്യൂ ഒക്കെ നമുക്ക് കൂട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. സെക്കൻഡ് സ്റ്റേജ്, അതായത് ജൂൺ 28 വരുന്ന രണ്ടാം സ്റ്റേജ് എക്സാം എഴുതുന്നവർക്ക് തീർച്ചയായും നോക്കിക്കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തേത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ ഭാഗങ്ങളാണ് വലച്ചത്, അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ, ഒരു UPS ലെവൽ ആയിരുന്നോ അതോ കേരള PSC ലെവൽ കീപ്പ് ചെയ്തോ, ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത എക്സാം തന്നെയായിരുന്നു ഇത്. റിവ്യൂ എന്തായാലും നമുക്ക് കൂട്ടുകാരോട് നേരിട്ട് ചോദിച്ചറിയാം. വരൂ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു. പൊളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഇംഗ്ലീഷ് ഒക്കെ? ഇംഗ്ലീഷ് നല്ല പട്ടിയുണ്ട്. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുഴപ്പമില്ല. പൊതുവെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ല, പക്ഷെ ജോഗ്രഫി ഒക്കെ കുറച്ച് ടഫായിരുന്നു. പിന്നെ സോഷ്യൽ സയൻസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഇംഗ്ലീഷും കുഴപ്പമില്ല. മലയാളവും കുഴപ്പമില്ല. അപ്പൊ പൊതുവെ ജോഗ്രഫിയാണ് ടഫായിരുന്നു. എക്കണോമിക്സ് പോർഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എക്കണോമിക്സും ഒരു ആവറേജ് ലെവലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ പൊതുവെ എക്സാം ഒരു ആവറേജ് ലെവലിൽ കീപ്പ് ചെയ്ത് തന്നെ പറയാല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു. ആണോ? GK ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹിസ്റ്ററി പാർട്ടൊക്കെ പാടായിരുന്നു. ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെയോ? മാത്സ് കുറച്ച് എളുപ്പമായിരുന്നു. ചെയ്യാൻ സമയം കിട്ടിയില്ല. എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നോ കൂടുതൽ? ആയിരുന്നു. എങ്ങനെ ജോഗ്രഫി ടഫ് ആയിരുന്നു ഒരാൾ പറഞ്ഞു? ടഫ് തന്നെ ആയിരുന്നു. എക്കണോമിക്സും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. ആക്ച്വലി ടൈം ഭയങ്കര കൺസ്യൂമിംഗ് ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. അപ്പൊ മാത്സ് ആദ്യം ചെയ്ത ഒരാൾക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് എല്ലാം സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാത്സ് GK നോക്കിയതിന് ശേഷം നോക്കാമെന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് എന്തായാലും മാത്സിന്റെ ഭാഗത്ത് ഒരുപാട് പോയി കാണും. അപ്പൊ മാത്സ് ആദ്യം ചെയ്ത ആളാണെങ്കിൽ GKയുടെ ഭാഗത്തുനിന്ന് പോകും. വായിച്ചു തീരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1.25 മണിക്കൂർ ഇങ്ങനെ ഒരു പേപ്പറിന് 1.25 മണിക്കൂർ പോരാ തോന്നി. ആക്ച്വലി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസേഴ്സിലോട്ടൊക്കെ എത്താൻ പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ മലയാളം, ഇംഗ്ലീഷ് അത് വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടും വായിച്ച് നോക്കാൻ ശ്രമിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു എക്സാം ആയിരുന്നു. വേറെ ഭീകര ഡിഫിക്കൽട്ട് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു സ്ട്രെസ്സിലും കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു തന്നെ പറയാമല്ലേ? ഒബ്വിയസ്ലി ഇനിയിപ്പോ വരുന്ന KS എക്സാമും ഇനിയിപ്പോ അടുത്ത് വരുമല്ലേ. അപ്പൊ നമ്മള് ഡിഗ്രി ലെവൽ നമ്മൾ ഓൾറെഡി LSGയുടെ മെയിൻ കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി, ഓക്കെ ഇതാണ് സെറ്റ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് ഓൾറെഡി നമുക്ക് ഹിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് വലിയ വ്യത്യാസം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സിൽ എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ എത്ര ടൈം ഇതിനകത്ത് കൊടുക്കുന്നു എന്നുള്ളത് പോലെ ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഇത് ഡിഫറെന്റ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കും. ഒരു ഇപ്പൊ LD ഒക്കെ അല്ലെങ്കിൽ നമ്മൾ 10th ഇപ്പൊ അത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ആ എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ഉറപ്പായിട്ട് ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആവാൻ സാധ്യത ഉണ്ട്. കാരണം ആദ്യം നിന്നും കുറച്ചുകൂടെ നിലവാരം കൂടി ഒരു ഇതായിരുന്നു. ഡിഗ്രി ലെവൽ എക്സാമിന്റെ നിലവാരം കീപ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടായിരുന്നു അറിയാവോ? ഒരുപാട് ഉണ്ടായിരുന്നു. ഒക്കെ അത്യാവശ്യം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ നിന്നൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്ക് അത്യാവശ്യം ജോഗ്രഫിയിൽ ഗ്രിപ്പ് ഉള്ള ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ. പക്ഷെ ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ വേണം. അപ്പൊ നമ്മൾ ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ ഇത് വിട്ടിട്ട് പോകാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അവസാനം എങ്ങും എത്തിയില്ലല്ലോ, നമ്മളൊരു മിനിമം ഇത്രയെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഹറിബറിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ എഴുതി നെഗറ്റീവ് സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മൊത്തത്തിൽ. പിന്നെ കുറെ ആൾക്കാരൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നവരും കണ്ടു. ഓക്കെ, താങ്ക് യു.